അപ്പു ഹരി, മോനെ നീ ഇങ്ങനെ ആവല്ലേ മോനെ. ഞാൻ പറഞ്ഞതല്ലേ അവൾക്ക് പ്രസവിക്കാൻ കഴിവില്ലെന്ന്. അവൾ ചെയ്തതല്ലേ ശരി. അവളുടെ സ്ഥാനത്ത് ഞാനായിരുന്നാലും ഇതൊക്കെ തന്നെ ചെയ്യുള്ളൂ. നീ രക്ഷപ്പെടുത്തിയില്ലെങ്കിലും അവളുടെ വിധി ഇത് തന്നെ മോനെ. അമ്മ അമ്മ എന്ത് ഇത്ര ക്രൂരമായിട്ടൊക്കെ ചിന്തിക്കുന്നത്? ഇങ്ങനെ ചിന്തിക്കാൻ അമ്മയ്ക്ക് എങ്ങനെ മനസ്സ് വന്നത്? എന്നാ കേട്ടോ, അവൾക്ക് എന്തെങ്കിലും പറ്റിയെങ്കിൽ കൂടെ ഞാനും പോയേനെ. മോനെ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് അമ്മയ്ക്ക് എന്താ മനസ്സിലാവാത്ത? എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്ന്. കുഞ്ഞുങ്ങളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് തന്നെ ജീവിക്കുള്ളൂ. അമ്മ എന്നെ വെറുതെ ഇങ്ങനെ ഭ്രാന്തി പിടിപ്പിക്കരുത്. ദയവ് ഇതൊന്ന് പോവോ പ്ലീസ്. എടാ അതൊക്കെ പോസിബിൾ ആണോ? എനിക്ക് കേൾക്കുമ്പോൾ തന്നെ വല്ലാതാവുന്നു. എടാ ഒരു കുഞ്ഞിനെ ദത്തെടുക്കുന്നതൊക്കെ നല്ലതല്ലേ? സ്വന്തം ചോരയിലൊരു കുഞ്ഞ്. സരോഗസി. എടാ അതൊക്കെ നടക്കോ? എടാ നീ ന്യൂസ് ഒന്നും കാണാറില്ലേ? ഇതൊക്കെ ഇപ്പൊ സർവ്വസാധാരണമാണ്. ഈ സിനിമാക്കാർ പോലും ഇപ്പൊ ഇതാ ചെയ്യണം. എടാ എത്ര പേർക്ക് ഇതുപോലെ സ്വന്തം ചോരയിൽ കുഞ്ഞുങ്ങളുണ്ടായിരിക്കുന്നു. പിന്നെ കുറച്ച് ചില്ലറ ചെലവാകുന്നേ ഉള്ളൂ. എടാ അതിന് അപ്പു ഇതിനൊക്കെ സമ്മതിക്കുവോ? സമ്മതിപ്പിക്കണം. പിന്നെ മരിക്കാൻ നോക്കുന്ന അത്രയും പാടൊന്നും ഇല്ലല്ലോ. പിന്നെ നിന്റെ അമ്മ, അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ തന്നെ വലിയ പാടാ. അല്ല അമ്മയെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. പക്ഷെ എന്നാൽ ഇതിനുള്ള ആളെ കിട്ടുമോ? എടാ നീ സംസാരിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ പറ. എന്റെ ഒരാളുണ്ട്. എന്റെ ഫ്രണ്ടിന്റെ മുന്നേ ഒരു ആവശ്യം വന്നതാ. പിന്നെ ആള് വർഷങ്ങളായിട്ട് തന്നെ പരിപാടി. എടാ ഏതോ ഹോസ്പിറ്റലൊക്കെ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ആളാ. അതുകൊണ്ടെല്ലാം പക്കയായിരിക്കും. നീ ചോദിച്ചിട്ട് പറ. ശരി. നീ ഓക്കെ അല്ലേ? ഞാനൊരു കാര്യം പറയാം, നീ അത് സമാധാനത്തോടെ കേൾക്കണം. എന്താ ഹരിയേട്ടാ? നമുക്ക് ഒരു കുഞ്ഞൊക്കെ വേണ്ടേ? അതിന് ഒരു വഴി തെളിയുന്നുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. എൻ്റെ എടാ എന്ത് തോന്നിയാ സാരി നീ പറയുന്നേ? ഇതുവരെയുള്ള നിന്റെ ഇഷ്ടത്തിനെല്ലാം കൂട്ടി നിന്നെന്ന് വെച്ചേ എന്തു ആവാന്ന് നീ വിചാരിക്കരുത് കേട്ടോ. അമ്മ ഇത് ഞങ്ങളുടെ ജീവിതം. അമ്മ ഇതിൽ ഇടപെടണ്ട. നിങ്ങളുടെ ജീവിതം എടാ, ഇത്രയും നാൾ നിനക്ക് വേണ്ടി ജീവിച്ച എനിക്കും നിന്റെ അച്ഛനും ഒരു വിലയില്ലേടാ. അമ്മ അതാണോ ഞാൻ പറഞ്ഞത്? ഞങ്ങൾക്ക് വേറെ വഴിയില്ല. ഒരു കുഞ്ഞിനെ ദത്തെടുക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഞങ്ങളുടെ ചോരയിലുള്ള ഒരു കുഞ്ഞ്? അതിന് ഇതാണോടാ വഴി? ആളുകൾ അറിഞ്ഞ അമ്മ ഞങ്ങളുടെ ജീവിതം ഞങ്ങളാണ് ജീവിക്കുന്നത്. നാട്ടുകാരെ എനിക്ക് പേടിയില്ല. അമ്മ ഇതിൽ അഭിപ്രായം പറയാൻ വരണ്ട. ഒന്ന് അവസ്ഥ മനസ്സിലാക്കിയാൽ മാത്രം മതി. പിന്നെ കുഞ്ഞുണ്ടാകത്തിന്റെ പ്രശ്നം ഇവൾക്കല്ല, ശരിക്കും എനിക്കാണ് പ്രശ്നം. ഹരിയേട്ടാ നീ ഒന്നും മിണ്ടായിരുന്നേ. കുറെ നാളെ ഞാൻ സഹിക്കുന്നു. ഞാൻ ഇത് തീരുമാനിച്ചതാ. എന്റെ അഭിപ്രായത്തിന് മാറ്റമില്ല. പിന്നെ അമ്മയ്ക്ക് അച്ഛനോട് പറയാതിരിക്കാം. എനിക്ക് അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇനി ഈ കാര്യത്തിൽ ഈ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞാൻ ഇവളെ ഈ വീട്ടിൽ കാണില്ല. എന്തൊക്കെയാ ഹരിയേട്ടായി പറയുന്നേ? ശരിക്കും എനിക്കല്ലേ? വേണ്ട, തൽക്കാലം എങ്ങനെ ഇരിക്കട്ടെ. നിനക്ക് കേൾക്കുന്ന കുത്തുവാക്കെങ്കിലും കുറച്ച് കുറയും. ഹരിയേട്ടാ ആരാ നമ്മുടെ കുഞ്ഞിനെ? അറിയില്ല. അതിനുള്ള ആളുണ്ടെന്നാ നീരജനോട് പറഞ്ഞത്. അവൻ്റെ ഫ്രണ്ടിനെ ഇതുപോലെ ചെയ്തിട്ടുണ്ടെന്നോ. എനിക്കെന്തോ പേടിയാവുന്നു. നീ പേടിക്കാതിരിക്കും. ഞാൻ ഉണ്ടല്ലോ കൂടെ. ധൈര്യമായിരിക്കും. ചേട്ടാ ഞാനാ ഹരി. നീരജ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ വിനോദ്, പാണ്ഡ വിനോദ്. ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, അതുകൊണ്ട് തന്നെ കണ്ണും പൊട്ടി വിശ്വസിക്കാം. ചേട്ടാ ഇതൊക്കെ സേഫാണോ? അല്ല ഈ ഹോസ്പിറ്റൽ പ്രൊസീജിയറും ലീഗലിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ലീഗലോ സാറേ? വലിയ വലിയ ഹോസ്പിറ്റലിലെ പേപ്പർ വർക്കും ചെയ്ത് രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യുമ്പോഴേ 3 ഇരട്ടി കാശാവും. പിന്നെ കാത്തിരിപ്പ് വേറെ. ഇപ്പൊ ഞാനാവുമ്പോ പകുതി കാശേ ആവുള്ളൂ. പെട്ടെന്ന് കാര്യം നടക്കും.
ചേട്ടാ ഏതാ ഹോസ്പിറ്റല് അല്ല ഈ ആളെവിടെയാ ഉള്ളത്? ഒക്കെ പറയാം സാറേ, ഡോക്ടറും ഏജൻസിയും ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. ഇത് മാത്രം ചെയ്യുന്ന ആളുകളുമുണ്ട്. കാര്യങ്ങളെല്ലാം അതീവ രഹസ്യമായിരിക്കും. ഒരു കുഞ്ഞു പോലും അറിയില്ല. നാട്ടുകാരോ വീട്ടുകാരോ പോലീസോ പോലും അറിയില്ല. പോലീസോ? അല്ല, ഞാനൊരു ഒഴുക്കിന് പറഞ്ഞതേ ഉള്ളൂ. കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടക്കും. സാർ അതൊന്നും പേടിക്കണ്ട. സാറിന് വിശ്വാസമാണെങ്കിൽ നമുക്ക് അഡ്വാൻസ് കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം. ആയാ, ഇതിന്റെ ഉറച്ച തീരുമാനമാണോ? എടി, വെറും 8 ലക്ഷം രൂപയ്ക്ക് വേണ്ടി നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണോ? ഇനിയുള്ള നിന്റെ ജീവിതത്തെ കുറിച്ചെങ്കിലും നീ ഒന്ന് ആലോചിച്ച് നോക്കടി. ഇനി എനിക്കെന്ത് ജീവിതം? എന്നെ എടുത്തചാട്ടം കൊണ്ടൊരു ദ്രോഹിയുടെ കൂടെ പോയി എൻ്റെ ഉള്ള ജീവിതം ഫുള്ള് ഞാൻ ഇങ്ങനെ ആക്കി. അവനാണെങ്കിൽ എൻ്റെ സ്വർണം മുഴുവൻ തിന്നു മുടിച്ചു. ഇപ്പതാ ഡിവോഴ്സിലും എനിക്ക് ആ കൂടെ ഉണ്ടായിരുന്നൊരു കുഞ്ഞിനെ കോടതി അവൻ്റെ കൂടെ വിടാനുള്ള വിധിയായി. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഒരു പ്രതീക്ഷ എൻ്റെ മോളായിരുന്നു. ഇപ്പം ആ പ്രതീക്ഷ എനിക്കില്ലാതെയായി. ഇനി എനിക്ക് ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടണമെങ്കിൽ 8 ലക്ഷം രൂപ ഞാൻ അവന് കൊടുക്കേണ്ടി വരും. ഇനി വല്ലവരുടെയും കുഞ്ഞിനെ ചുമന്നാ എനിക്ക് ആ പൈസ അവിടെ നിന്ന് കിട്ടും. എനിക്ക് അത് കൊടുത്ത് എൻ്റെ കുഞ്ഞിനെ കിട്ടുമല്ലോ. എനിക്കത് മതി. നിന്നെ അവരെ എവിടെ താമസിപ്പിക്കുമെന്നാ പറയുന്നേ? എനിക്കൊന്നും അറിയില്ല കീർത്തി. എല്ലാം അവിടെ പോയാലും അറിയാവും. ഞാൻ എന്തായാലും എല്ലാം അറിഞ്ഞിട്ട് നിന്നെ വിളിച്ചു പറയാം. നീ പെട്ടെന്ന് വാ, അയാളെ നമ്മളെ കാണാണ്ട് പോയാലോ. വാ. ഇന്ന് തന്നെ സെറ്റ് ചെയ്യണമെന്നാ പറഞ്ഞത്. 5 ലക്ഷമോ ചോദിച്ചിരിക്കുന്നത്. 15 ലക്ഷോ? അയാൾ 50 ലക്ഷമോ ചോദിച്ചത്. പിന്നെ നീരജ് ഇടപെട്ട 15 ആക്കിയത്. ആളാരാ? പെൺകുട്ടിക്ക് എത്ര വയസ്സുള്ളതാ? ഒരു പിടിയില്ല എനിക്ക്. എന്തായാലും നമുക്ക് നോക്കാം, നീ ടെൻഷൻ ആവാതെ. വിനോദേട്ടാ, എന്തിനാ പുറത്തുനിന്ന് പൂട്ടിയത്? വിനോദേട്ടാ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് കുറച്ച് വെള്ളമെങ്കിലും തരുമോ? എനിക്ക് വയറൊക്കെ വല്ലാതെ വേദനിക്കുന്നു. അടങ്ങി കിടക്കടി അവിടെ. ഡോക്ടർ ഇപ്പൊ വരും. കിടന്ന് ബഹളം വെച്ചല്ലേ നിന്റെ മോളെ കാണൂല, പറഞ്ഞ് പണവും തരൂല. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എന്റെ പൊന്നു മോളെ, നിന്നെ കാണാൻ വേണ്ടി അമ്മേനെ എന്തൊക്കെ സഹിക്കണം, എത്ര നാള് കാത്തിരിക്കണം. എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടാം? എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ചാടിയേ പറ്റൂ. ചേട്ടാ, ഇവിടെ പാമ്പ്! ചേട്ടാ, ചേട്ടാ, പാമ്പ്! ചേട്ടാ, ചേട്ടാ, എന്താ? പാമ്പ്, പാമ്പ് എവിടെ? അതിനകത്ത്.
മോള് മോളെ മോളെ ആരാ അമ്മ? ആരാ? എന്ത് വേണം? എന്റെ കുഞ്ഞ്. അത് അയ്യോ, നിങ്ങൾക്ക് വീട് മാറിയതായിരിക്കും. ഇവിടെ ഞങ്ങളെ താമസിക്കുന്നത്. അല്ല, ഇത് തന്നെയാ. നിങ്ങളെ ഞാൻ ഹോസ്പിറ്റലിൽ വന്നപ്പോ കണ്ടായിരുന്നു. പക്ഷെ എന്നോട് മിണ്ടണ്ടെന്ന് പറഞ്ഞോണ്ടാ ഞാൻ. ഈ കുഞ്ഞ് ഇത് നിങ്ങളതാ. ആ വിനോദ് എന്നെ പറ്റിച്ചു. എന്റെ കുഞ്ഞിനെ എനിക്ക് തന്നില്ല, പൈസയും തന്നില്ല. ഹരിയേട്ടാ, നമ്മുടെ കുഞ്ഞാണോ? ഈ പെൺകുട്ടിയാണോ? വിനോദ് പറഞ്ഞത് നിങ്ങൾ ഹോസ്പിറ്റലിൽ സേഫ് ആണെന്നാണല്ലോ. ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അയ്യോ, ഇവളെന്താടാ ഇങ്ങോട്ട് കയറി വന്നേ? നാട്ടുകാരഞ്ഞ നാട്ട കേസാവും. എടാ ഹരി, ഈ ഒരു കാര്യം ചെയ്യ്, ഒന്നൊരു പോലീസ് സ്റ്റേഷനിൽ വിളിക്ക്. ഇവള് പറഞ്ഞേക്കല്ലെങ്കിൽ അവരെന്നെ പൂട്ടിയിട്ടേക്കായിരുന്നു. എനിക്കെന്റെ കുഞ്ഞിനെ വേണം. നിങ്ങൾ കൊടുക്കാനുള്ളതിൽ നിന്ന് കുറച്ചെങ്കിലും പൈസ എനിക്ക് താ. നിങ്ങൾ എന്താ ഈ പറയുന്നേ? ഹോസ്പിറ്റലിൽ വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ 80% ക്യാഷ് ഞാൻ കൊടുത്തതാ. അതുപോലെ 8 മാസം കറക്റ്റ് ആയിട്ട് കഴിക്കാനുള്ള പ്രോട്ടീൻ ഫുഡിനുള്ള പൈസ ഞാൻ കൊടുത്തതാ. എനിക്കൊരു 10,000 രൂപ അല്ലാതെ വേറെ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ആഹാരത്തിന് പോലും എനിക്ക് വകയില്ല. എന്റെ മോക്ക് വേണ്ടിയിട്ടാ ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത്. എന്റെ മോളെ തിരിച്ചു കിട്ടാനാ ഞാൻ. അപ്പൊ നീ കുട്ടി അകത്തേക്ക് വിളിച്ചോണ്ടോ, എന്റെ ഫുഡ് എന്തെങ്കിലും കൊടുക്കും. എടാ, നീ എന്തു ഭാവിച്ച? എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. അപ്പോ നീ ന്യൂസ് കണ്ടോ? എടാ, ഇത് വലിയൊരു നെറ്റ്വർക്കാ. മായ മാത്രമല്ല, ഇതുപോലെ ഒരുപാട് പാവപ്പെട്ട പെൺകുട്ടികളെ ഇവർ ഇതുപോലെ കെട്ടിടങ്ങളിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഒരുപാട് കാശുകൾ വാങ്ങിയിട്ട് ഈ പാവങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ പാണ്ട വിനോദല്ല. നമ്മളൊരു കുഞ്ഞിന് മാത്രം ആഗ്രഹിച്ചോളൂ. അറിയാതെ ആണെങ്കിലും നമ്മളിതിന്റെയൊക്കെ ഭാഗമായില്ലേ? മായ ഇപ്പൊ സേഫാണോ? അവള് കീർത്തിയുടെ കൂടെ ഉണ്ട്. പിന്നെ അവളുടെ കുഞ്ഞ് സേഫാ. അവളുടെ എക്സ് ഹസ്ബൻഡിന്റെ കൂടെ ഉണ്ട്. പാവം, മായക്ക് പെട്ടെന്ന് തന്നെ അവളുടെ കുഞ്ഞിനെ കിട്ടട്ടെ. നമുക്ക് നമ്മുടെ കുഞ്ഞിനെ നീ പ്രാർത്ഥിക്കേ. വാടക ഗർഭ മാഫിയ സംഘത്തലവൻ പാണ്ഡ വിനോദ് അറസ്റ്റ്.